15 ദിവസം ഒളിവിൽ നിന്ന ശേഷമാണ് പാലക്കാട് എം.എൽ.എ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വോട്ട് ചെയ്യാനെത്തിയത്. പാലക്കാട് തന്നെ തുടരുമെന്നാണ് എം.എൽ.എ വ്യക്തമാക്കിയിട്ടുള്ളത്. പാലക്കാട് തന്നെ തുടരുന്ന എം.എൽ.എ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് തയ്യാറാകുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഇതിന്റെ വിശദാംശങ്ങളുമായി ഗോകുൽ VS ചേരുന്നുണ്ട് അവിടെ നിന്നും. ഗോകുൽ, ഗുഡ് മോർണിംഗ്. പാലക്കാട് നമ്മൾ പലവട്ടം പോയി അല്ലേ? പല സന്ദർഭങ്ങളിലും പ്രതികരണം ഉണ്ടാവും, സംസാരിക്കുമായിരിക്കും, എത്തുമായിരിക്കും. അങ്ങനെ ഉദ്വേഗജനകമായ നിമിഷങ്ങളിലൂടെ കടന്നുപോയി. ഇനി എന്ത് നടപടികളുമായി മുന്നോട്ട് പോകും എന്നത് അറിയാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ടോ? പത്തനംതിട്ടയിലേക്ക് പോയിട്ടുണ്ട്, ഇനി തിരിച്ച് പാലക്കാടേക്ക് പ്രവർത്തന മേഖലയിലേക്ക് വന്നാൽ പ്രതികരിക്കുമായിരിക്കുമോ? നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഈ വിഷയത്തിൽ രാഹുൽ ഇനി കൂടുതലായി പ്രതികരിക്കുമോ, വിഷയം കോടതിയുടെ മുന്നിലാണെന്ന് പറഞ്ഞൊഴിയുകയാണോ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല. ഏതായാലും രാഹുൽ ഇപ്പോൾ ഏതായാലും നിലവിൽ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊന്നും തന്നെ ഇതിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, ഇനി അത് കോടതിയുടെ മുന്നിലാണ് എന്നുള്ള ഒരു മറുപടി മാത്രം, ഒരു ക്ലീശേ മറുപടി മാത്രം പറഞ്ഞ് ഒഴിയുകയാണ് രാഹുൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ വിളിച്ചപ്പോൾ രാഹുൽ ഇന്നിവിടെ പാലക്കാട് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇന്നലെ വക്കീലിനെ കണ്ടതിന് ശേഷം പത്തനംതിട്ടയിലേക്ക് പോയി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കും രാഹുൽ, ഏത് രീതിയിലായിരിക്കും ഇനി പാലക്കാട് വന്നാൽ തുടരുക? MLA എന്നുള്ള രീതിയിൽ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടങ്ങിയ വിവിധ വിഷയങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ താല്പര്യമുണ്ട്. അദ്ദേഹം അത് വ്യക്തമാക്കിയാലും ഇല്ലെങ്കിലും നമ്മൾ ആ വിഷയങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. അദ്ദേഹത്തിന് അത് മറുപടി പറയുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. സ്വാഭാവികമായും ഇനി പാർട്ടി പരിപാടികളിലോ ഔദ്യോഗിക പരിപാടികളിലൊന്നും തന്നെ രാഹുലിന് പങ്കെടുക്കാൻ കഴിയില്ല. പാർട്ടി പ്രവർത്തകർക്ക് സസ്പെൻഷൻ കാലയളവിൽ ഉണ്ടായിരുന്ന പിന്തുണ പോലും ഇനി നിലവിൽ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും രാഹുലിന്റെ ഇനി നീക്കങ്ങൾ എന്നുള്ളത് വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട ഒന്നാണ്. രാഹുൽ ഇനി പാലക്കാട്ടേക്ക് എപ്പോൾ വരും, വന്നതിന് ശേഷം എന്തൊക്കെയാണ് പരിപാടികൾ, ഏതൊക്കെ പരിപാടികളിൽ പങ്കെടുക്കും തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇനി പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രതികരിച്ചാൽ തന്നെ കോടതിയിലിരിക്കുന്ന വിഷയമായതുകൊണ്ട് മറ്റൊന്നും പറയാനില്ല എന്നായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ്. ഇനി ഏത് തരത്തിൽ സജീവമായി പ്രവർത്തിക്കും, എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്.